ശ്രീനാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ വിഷയം അശ്വതി നക്ഷത്ര ജനനം. അത് വിവിധ പാദങ്ങളിൽ, 1 മുതലുള്ള പാദങ്ങളുണ്ടല്ലോ, അങ്ങനെ വിവിധ പാദങ്ങളിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ഫലങ്ങളും, കൂടാതെ തന്നെ 0 മുതലുള്ള നാഴികയിൽ അതിനകത്ത് 60 നാഴികയ്ക്കകത്ത് വരുന്ന സമയങ്ങളിൽ ജനിക്കുന്നവരുടെ സ്വഭാവ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അശ്വതി നക്ഷത്ര ജാതകർ പൊതുവെ പല വിഷയങ്ങളെക്കുറിച്ചും സാമാന്യ ജ്ഞാനമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. ബുദ്ധിപൂർവവും ഉത്സാഹത്തോടും കൂടിയും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ്. കൂടാതെ കലാരസികതയും വിനോദപ്രിയരും ആയിരിക്കുകയും ചെയ്യും. വിവേകശക്തി, ചുറുചുറുക്ക്, പ്രസരിപ്പ്, ചൈതന്യം, ശാന്തം, ഗാംഭീര്യം എന്നിവ അശ്വതി നക്ഷത്രത്തിൻ്റെ വിശേഷപ്പെട്ട ഗുണങ്ങളാണ്. അശ്വതി നക്ഷത്ര ജാതകർ സ്വന്തം അഭിപ്രായത്തിന് അനുസരിച്ച് മാത്രമേ പെരുമാറുകയുള്ളൂ. എതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നവരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതക്കാരെ അല്ല അശ്വതി നക്ഷത്ര ജാതകർ. ചില സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർ രൂക്ഷമായി പ്രവർത്തിക്കും എന്നും പറയാം, പ്രവർത്തിച്ചെന്നും വരാം, അങ്ങനെ ചെയ്യും. അശ്വതി നക്ഷത്രത്തിൽ ശനി ദുർബലനായി 2ാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അശ്വതി നക്ഷത്ര ജാതകർ വലിയ അഭിമാനികളായിരിക്കും. ആയതിനാൽ തന്നെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളിലും ഈ ജാതകർ ഇടപെടാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കമോ ഉണ്ടായാൽ, ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ തന്നെ മുന്നേ നടന്ന എത്ര പഴയ കാര്യങ്ങളായിരുന്നാലും അത് ഓർത്ത് സംസാരിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ ദാമ്പത്യ ജീവിതം പരിപൂർണമായിട്ടും ആനന്ദകരമാകുവാനുള്ള സാധ്യത ഇല്ല. കാരണം എന്നാൽ ഭാര്യാകാരകനും ഭാര്യാസ്ഥാനാധിപനുമായ ശുക്രന് അഷ്ടമാധിപത്യം ഉള്ളതാണ് ഇതിന് കാരണമായി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാര്യയെയോ ഭർത്താവിനെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്, പ്രകൃതി അനുവദിച്ചു തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് മനസ്സിലാക്കി പെരുമാറിയാൽ ഒരു പരിധിവരെയൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ജാതകത്തിൽ തന്നെ ശുക്രനും ചന്ദ്രനും അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ദാമ്പത്യ ക്ലേശം ഉറപ്പായും അനുഭവത്തിൽ വരുന്നതാണ്. രാഹു, ശനി എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാവുകയും അങ്ങനെ നടന്ന വിവാഹശേഷം വിരഹവും അനുഭവപ്പെടുമെന്നുള്ളതും, ചൊവ്വ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കാരണമോ ജാതകൻ്റെ ധാതുക്ഷയം മൂലമോ ലൈംഗിക രോഗങ്ങൾക്കും കാരണം വിവാഹ ജീവിതം ദുഃഖകരമായി തീരുകയും ചെയ്യുന്നതാണ്. ഇനി ബുധനോ ശനിയോ അനിഷ്ടസ്ഥാനത്തായാൽ പരസ്ത്രീ പുരുഷ ബന്ധം പുലർത്തിയെന്നും വരും എന്നുള്ളതാണ്. ജ്യോതിഷ ശാസ്ത്രവും കാലപുരുഷൻ്റെ ഗ്രഹ നിയമവും അനുസരിച്ച് ചൊവ്വയാണ് ഏറ്റവും ഉത്തമ ഗ്രഹം എന്ന് പറയാം. അതിനുശേഷം വ്യാഴം, പിന്നെ ചന്ദ്രൻ. ചൊവ്വയ്ക്ക് നീചമോ 6, 8, 12 എന്നീ ഭാവങ്ങളുമായിട്ടുള്ള ബന്ധമോ, കാർത്തിക, മകയിരം, പുണർദം എന്നീ നക്ഷത്രങ്ങളുമായിട്ടുള്ള ബന്ധമോ വന്നാൽ വിവേകമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അത് മരണസമാനമായ ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യുന്നതായിരിക്കും. ശുക്രദശയിലും ശുക്രൻ്റെ അപഹാര കാലത്തുമായിരിക്കും ഈ വിധം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വിധം ദുഃഖങ്ങൾ സംഭവിക്കുവാനേറെ സാധ്യത ഉണ്ടാകുന്നത്. ഇനി വ്യാഴം, ചൊവ്വ, ശനി എന്നിവ അനുകൂല സ്ഥാനത്താണെങ്കിൽ ആ ജാതകർ ആദർശശീലരും സത്കർമ്മ നിരതരുമായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവും ഭാഗ്യദോഷവും ഒരുമിച്ച് വരും എന്നുള്ളതാണ്.
ഭാഗ്യം കൊണ്ടുണ്ടാകുന്ന ഉയർച്ചയോ വിജയമോ അതുണ്ടായി വരുമ്പോൾ തന്നെ ഭാഗ്യദോഷത്താൽ തന്നെ പരാജയവും സംഭവിക്കും എന്നതാണ്. എന്നിരുന്നാലും ആ കാര്യം, ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അവസാന നിമിഷങ്ങളിലൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഓർക്കുക. ശരിക്കും പറഞ്ഞാൽ അശ്വതി നക്ഷത്ര ജാതകർ 58 വയസ്സിന് ശേഷം വിശ്രമ ജീവിതം തുടങ്ങുകയും സാമൂഹിക പ്രവർത്തകരായിട്ടോ ഉപദേഷ്ടകരായിട്ടോ ഒക്കെ ശിഷ്ടജീവിതം കഴിച്ചു പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ശാസ്ത്രീയ വശം വിശദീകരിക്കാം. അതിനു മുൻപ് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ ബ്രഹ്മാണ്ഡത്തിൽ 360 ഡിഗ്രികളെ 27 നക്ഷത്ര മേഖലകളായിട്ടാണ് വിഭജിച്ചത്. ആദ്യത്തെ നക്ഷത്ര മേഖലയാണ് അശ്വതി എന്ന് പറയുന്നത്. അതായത് 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് അശ്വതി നക്ഷത്ര മേഖല എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ചന്ദ്രൻ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. ഈ പറയുന്ന സമയത്തിനുള്ളിൽ ജനിക്കുന്ന ശിശുവിൻ്റെ നക്ഷത്രം അശ്വതി നക്ഷത്രമായിരിക്കും. അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം, ഈ സമയം വരുന്ന അന്നത്തെ ആ ദിവസവും അശ്വതി നക്ഷത്രം ആയിരിക്കും എന്നുള്ളതാണ്. അശ്വതി മേടം രാശിയിലായതുകൊണ്ട് രാശ്യാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ കേതുവുമാണ് എന്നുള്ളതാണ്. ഇനി അശ്വതി നക്ഷത്രം പാദങ്ങളിൽ, ഏതൊക്കെ പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിൽ 1-ാം പാദത്തിൽ 15 നാഴികയിൽ ജനിച്ചാൽ അങ്ങനെയുള്ള ജാതകർ കിഴക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് തെക്കോട്ട് ദർശനമായിട്ടുള്ള ഗൃഹത്തിൽ ജനിക്കും എന്നുള്ളതാണ്. വീടിനോട് ചേർന്ന് തന്നെ രാജവീതിയോ അല്ലെങ്കിൽ ചെറിയ ഇടവഴിയോ ഉണ്ടാകും. ധാരാളം വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശം ആയിരിക്കും. ഈ ജന്മവീടിൻ്റെ തൊട്ടടുത്തായി തന്നെ അല്ലെങ്കിൽ പുറകിലായി തന്നെ വൃത്തിഹീനമായ മറ്റൊരു ഗൃഹവും കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അശ്വതി നക്ഷത്രം 2-ാം പാദത്തിൽ 15 നാഴിക മുതൽ 30 നാഴികയിൽ ജനിച്ചാൽ ആ ജാതകർ കറുത്ത നിറത്തോടു കൂടിയ ആൾക്കാരും തടിച്ച കഴുത്തും വീതി കുറഞ്ഞ നെറ്റിയും തെളിച്ചമുള്ള കണ്ണുകളും നീളമുള്ള നാസികയും മധുരമായി ശബ്ദവും കാലുകൾക്ക് മുട്ടിന് കീഴ്പോട്ട് ബലക്കുറവ് അനുഭവപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും. തെക്ക് വടക്കായ സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമുള്ള ഗൃഹത്തിൽ ജനനവുമാണ് സംഭവിക്കുന്നത്. അശ്വതി നക്ഷത്രം 3-ാം പാദത്തിൽ 30 നാഴിക മുതൽ 45 നാഴികയിൽ ജനിച്ചാൽ വെളുത്ത നിറത്തോടു കൂടിയ ആൾക്കാരും തലയിൽ മുടി കുറവുള്ള ആൾക്കാരായിട്ടും അഴകുള്ള കണ്ണുകളും നാസികയും വാക്സാമർത്ഥ്യവും അരയ്ക്ക് കീഴ്പോട്ട് ബലക്കുറവ് അനുഭവപ്പെടുന്നവരായും കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള സ്ഥലത്ത് വടക്കോട്ട് ദർശനമായിട്ടുള്ള ഗൃഹത്തിൽ ജനനം സംഭവിക്കുകയും പ്രശസ്തി എന്നിവ വരികയും ഏറെക്കുറെ ഇവരുടെ ജന്മം എന്ന് പറയുന്നത് യാത്രാവേളകളിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ ആയിരിക്കുവാനും സാധ്യത ഉണ്ട്. കൈകൾക്ക് ഒരേ നീളവും ആയിരിക്കുകയില്ല 3-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക്. ഇനി തുടർന്ന് അശ്വതി നക്ഷത്രം 4-ാം പാദത്തിൽ 45 നാഴികയ്ക്കും 60 നാഴികയ്ക്കും ഇടയിൽ ജനിച്ചാലുള്ള ജാതകർ ഉഗ്രപ്രകൃതിയുള്ളവരും ബലമുള്ള കാലുകളോട് കൂടിയവരും എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളും, കൃഷ്ണമണി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, അവർ നിശ്ചിതമായിട്ടൊരിടത്ത് നിൽക്കുകയില്ല, ആ രീതിയിലുള്ള കണ്ണുകളും സഹോദരൻ നഷ്ടപ്പെടുന്നവരും സഹോദരൻ ഇല്ലാതിരിക്കുന്ന ആൾക്കാരും കാലുകളിലും വിരലുകളിലും രോമം ഉള്ളവരും സന്താന ദുഃഖം ഉള്ളവനും ആയിരിക്കും എന്നുള്ളതാണ്. സാധാരണയായി 45 നാഴിക തുടങ്ങി മദ്യം വരെ 60-ലോട്ട് പോകുന്നതിൻ്റെ മദ്യം വരെ പുരുഷപ്രജയും ആ മദ്യം മുതൽ 60 നാഴിക വരെ സ്ത്രീ പ്രജയും ജനിക്കുവാനാണ് സാധ്യത കൂടുതൽ. ഇനി ഓരോ നാഴികയിലും ജനിച്ചാൽ എങ്ങനെയാണെന്ന് പറയാം. നാഴിക എന്ന് പറയുമ്പോൾ ആദ്യത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ 0 നാഴിക മുതൽ 4 നാഴിക 30 വിനാഴിക വരെ ജനിച്ചാൽ നിശ്ചയദാർഢ്യം, ശക്തമായ പ്രവർത്തനം, സ്വന്തം പ്രയത്നം കൊണ്ട് ലക്ഷ്യം നേടുന്ന സ്വഭാവം എന്നിവയൊക്കെ ഉണ്ടായിരിക്കും ഫലങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് 4 നാഴിക മുതൽ 30 വിനാഴിക 9 നാഴികയിൽ ജനിക്കുകയാണെങ്കിൽ
ഉത്സാഹശീലത്തോടു കൂടിയതും പ്രായോഗിക പരിചയം എന്നിവയും ഫലത്തിൽ വരുന്നതാണ്. തുടർന്ന് 9 നാഴിക മുതൽ 13 നാഴിക 30 വിനാഴിക വരെ തീവ്രബുദ്ധി, പരിഷ്കൃതമായ മനോഭാവം, സാഹിത്യത്തിൽ വാസന, കവിതാവാസന, ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നിവയും ഫലം വരും. തുടർന്ന് 13 നാഴിക 30 വിനാഴിക മുതൽ 17 നാഴിക വരെ കാമാസക്തി, ആത്മനിയന്ത്രണമില്ലായ്മ എന്നിവയും ഫലത്തിൽ വരും. തുടർന്ന് 17 നാഴിക മുതൽ 20 നാഴിക 30 വിനാഴിക വരെ ഉദാരഹൃദയത്തോടു കൂടിയ ആളും കലാപരമായ കഴിവുകളുള്ളയാളും മറ്റുള്ളവരുടെ ബുദ്ധിയാൽ പ്രശംസ കിട്ടുന്ന ഒരാളും, സ്വന്തം ബുദ്ധിയല്ല മറ്റുള്ളവരുടെ ബുദ്ധിയാൽ പ്രശംസ വന്നു ചേരുന്ന ഒരാളായിരിക്കും ഫലം വരുന്നത്. തുടർന്ന് 20 നാഴിക 30 വിനാഴിക മുതൽ 27 നാഴിക വരെ ജനിക്കുന്ന ജാതകർ ഒരിക്കലും തൃപ്തിയില്ലാത്ത പ്രകൃതമുള്ളവരും ക്ലേശകരമായ ജീവിതം അനുഭവിക്കുന്നവരും അറപ്പ് വരുത്തുന്ന അഭിരുചികൾ ഉണ്ടായിരിക്കുന്നവരും ആയിരിക്കും ഫലം വരുന്നത്. 27 നാഴിക മുതൽ 31 നാഴിക വരെ ജനിക്കുന്ന അശ്വതി ജാതകർക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലുള്ളവരും സ്നേഹം ഉള്ളവരും ഉയർന്ന ആദർശങ്ങൾ ഉള്ളവരും ആദർശപരമായ വിവാഹ ജീവിതം നയിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഫലം വരുന്നത്. തുടർന്ന് 31 നാഴിക 30 വിനാഴിക മുതൽ 36 നാഴിക വരെ ജനിക്കുന്ന ജാതകർക്ക് ഒന്നും നോക്കാതെയുള്ള പെരുമാറ്റം, ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഒരു കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പെട്ടെന്നുള്ളൊരു പെരുമാറ്റവും നിയന്ത്രണമില്ലായ്മയും പ്രതികാര ബുദ്ധിയും ചഞ്ചല പ്രകൃതിയും എന്നിവയൊക്കെയാണ് ഫലത്തിൽ വരുന്നത്. പിന്നെയുള്ളത് 36 നാഴിക മുതൽ 40 നാഴിക വരെ ഉള്ള സമയത്ത് ജനിച്ചാൽ വേദനാജനകമായ ചിന്തകളോട് കൂടിയ ആൾക്കാരും ഇടയ്ക്കിടെ യാത്ര ചെയ്യേണ്ട യാത്രാ സ്വഭാവമുള്ള ആൾക്കാരും സ്നേഹം ഉള്ളവരും ആയിരിക്കും ഫലം വരുന്നത്. 40 നാഴിക മുതൽ 30 വിനാഴിക 40 നാഴിക 30 വിനാഴിക മുതൽ 45 നാഴിക വരെ ഉയർച്ച അനുഭവിക്കുന്ന ആൾക്കാരും ഉന്നതി ഉണ്ടാകുന്നവരും ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന ആൾക്കാരും ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള സ്നേഹിതർ ഉള്ളവരുമായിട്ട് ഫലം വരും എന്നുള്ളതാണ്. ഇനിയുള്ളത് 45 നാഴിക മുതൽ 49 നാഴിക 30 വിനാഴിക വരെ ശാസ്ത്ര വിഷയങ്ങളിൽ ഗ്രഹണം ചെയ്യുന്ന അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരും ആഗ്രഹ സാഫല്യം നടത്തിയെടുക്കാൻ പറ്റുന്നവരും ആയിട്ടായിരിക്കും ഫലം വരുന്നത്. തുടർന്ന് 49 നാഴിക 30 വിനാഴിക മുതൽ 54 നാഴിക വരെ ഇത് പറഞ്ഞ പോലെ തന്നെ ആഗ്രഹ സാഫല്യം നേടാൻ കഴിയുന്നവരും പരീക്ഷണങ്ങളിൽ തൽപരതയുള്ളവരും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേ നിൽക്കുന്നവരുമായിരിക്കും ഫലം വരുന്നത്. 54 നാഴിക 58 നാഴിക 30 വിനാഴിക വരെ ആക്രമണ മനോഭാവമുള്ള ആൾക്കാരും നശീകരണ പ്രവണത ഉള്ളവരും ആയിട്ടാണ് ഫലം വരുന്നത്. ഈ രീതിയിലാണ് 0 മുതൽ 60 നാഴികയുടെ ഇടയിൽ ജനിക്കുന്നവരുടെ സ്വഭാവ രീതികൾ എന്ന് പറയുന്നത്. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ഏവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലത് വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.